വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നവി മുംബൈ ഐക്കിയയിൽ ഐക്കിയയുടെ പ്ലോട്ട് കാർ പാർക്കിംഗ് ഇസ് ടു ബിഗ്. യു ഹാവ് എ വെരി ബിഗ് കാർ പാർക്കിംഗ് പ്ലോട്ട് ഓവർ ഹിയർ. കയറി ചെല്ലുമ്പോൾ നമുക്ക് 2 floors ഇവിടെ ഉള്ളത്. സോ ദ ഫസ്റ്റ് ഫ്ലോർ ആൻഡ് ഗ്രൗണ്ട് ഫ്ലോർ. അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം ലിവിങ് ഏരിയയിലും പിന്നെ നമ്മൾ ബെഡ്റൂംസ്, കിച്ചൺ ഏരിയാസിൻ്റെയൊക്കെ ഫേർണിച്ചേഴ്സും പിന്നെ ഡിസൈൻ വേസും അതൊക്കെ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടെ പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ എടുക്കാം. ബട്ട് ഫേർണിച്ചേഴ്സൊക്കെ നമ്മൾ അതിൻ്റെ നമ്പർ അനുസരിച്ച് നോട്ട് ചെയ്യണം. അവിടെ പ്രൈസും അതിൻ്റെ നമ്പറും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ഫേർണിച്ചറോ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഏത് ചെയറോ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് അതിൻ്റെ നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐക്കിയയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സ്റ്റോറായിട്ടുണ്ട്. ലാസ്റ്റ് ചെല്ലുമ്പോൾ നമുക്ക് സ്റ്റോറായിട്ട് കാണാം. ആ സ്റ്റോറിൻ്റെ അവിടെ അവർക്ക് ആ നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പാക്ഡ് നമുക്ക് അവൈലബിൾ ചെയ്യുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഏതെങ്കിലും കുക്ക് വെയറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫർണിച്ചേഴ്സ് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ നമ്പർ നോട്ട് ചെയ്താൽ മാത്രം മതി. സോ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നതെന്ന്. കം, ലെറ്റ്സ് ഗോ.
ഫർണിച്ചർ സെക്ഷൻ കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് കാണാവുന്നത് റെസ്റ്റോറൻറ്റാണ്. ആ സെയിം ഫ്ലോറിൽ തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാം. സോ റെസ്റ്റോറൻറ്റ് ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴത്തേക്കിനും അവിടെ ട്രോളി സിസ്റ്റമാണ്. സോ നമുക്ക് ട്രോളിയിൽ ഏതൊക്കെ ഫുഡ് നമുക്ക് വേണം അത് നമുക്ക് എടുക്കാം. ബുഫേ സിസ്റ്റം അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. സോ ബുഫേ സിസ്റ്റമിൽ നമുക്ക് ഏത് ഫുഡ് വേണം, വെജ് നോൺ വെജ് രണ്ടും ഉണ്ട് അവിടെ. ഈവൻ സ്വീറ്റ് ഡിഷസ്, ജ്യൂസസ് എല്ലാം അവൈലബിൾ ഉണ്ട്, സൂപ്സ് ആൻഡ് ഓൾ. സോ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വന്നു. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമുക്ക് ഡയറക്റ്റ്ലി ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വരാം. ഗ്രൗണ്ട് ഫ്ലോറിൽ മൊത്തം കിച്ചൺ വെയർസും കുക്ക് വെയർസും നൈഫ്, പിന്നെ ഡെക്കറേറ്റീവ് സാധനങ്ങളിലും ഷീറ്റ്സ്, ബെഡ്ഷീറ്റ്സ് അങ്ങനെ എല്ലാം. പിന്നെ മേലിൽ കണ്ടേക്കുന്ന നമ്മൾ സാധനങ്ങളുടെ നമ്മൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ മേടിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് ബിൽഡിങ്ങും ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ്. സോ നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെയുണ്ടെന്ന്. നിങ്ങൾ ഒരുമിച്ച് നമുക്ക് പോയി നോക്കാം എന്തൊക്കെയുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം കുറേ സ്ട്രെയിനേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്. നൈഫൊക്കെ ആ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് നൈഫ്സൊക്കെ കാണാം. നൈഫും സീസേഴ്സൊക്കെ നല്ല മോശമുള്ള നൈഫ്. സോ ഇറ്റ്സ് എ ഗുഡ് ക്വാളിറ്റി. ദിസ് ഈസ് ദ നൈഫ് ഷാർപ്പനർ. ഈവൻ ദിസ് ഈസ് വെരി ഗുഡ് ആൻഡ് ഈസിലി നമുക്ക് നമ്മുടെ നൈഫ് ഷാർപ്പ് ചെയ്തെടുക്കാം. ഒത്തിരി ലോ കോസ്റ്റ്, സോ കോസ്റ്റ്ലിയുമല്ല. പിന്നെ ഇവിടെ സ്ട്രെയിനേഴ്സ്, ഇവിടെ സാധനങ്ങളിലൊക്കെ നമുക്ക് ഒരു മിനിമം കോസ്റ്റിൽ കിട്ടും. സോ ഐ കാൻ സേ ടോട്ടലി ലോ കോസ്റ്റ്, ബട്ട് ഗുഡ് ക്വാളിറ്റിയാണ്. നല്ല സാധനവും മിനിമം കോസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. സോ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയുണ്ട് ഈ ഫ്ലോറിൽ. കമോൺ.
നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ലാസ്റ്റ് പാർട്ടിന് വെച്ചാൽ ഇത് സ്റ്റോറേജ് ഏരിയയാണ്. നമ്മൾ മെയിലിൽ ഇഷ്ടപ്പെട്ട ഫർണിച്ചേഴ്സ് നമുക്കിവിടെ വന്ന് മേടിക്കാവുന്നതാണ്. അതിൻ്റെ ഫോട്ടോയോ നമ്പേഴ്സോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അതിൻ്റെ ബോക്സ് എടുത്ത് തരുന്നതായിരിക്കും. സോ അത് നമുക്കിവിടെ അവൈലബിളാണ്. ഇതിൻ്റെ പ്രോപ്പർ ഒരു യൂസ് ഏരിയ അവർ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്തേക്കുന്നത്. സിസ്റ്റമാറ്റിക് വേയിൽ അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഈവൻ ഇവിടെയും നിങ്ങൾക്ക് സാമ്പിൾ പീസസ് കാണിച്ചിട്ടുണ്ട്. ചെയർസിൻ്റെയൊക്കെ സാമ്പിൾ പീസസ് അവർ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് അവന് ഡയറക്റ്റ്ലി എടുക്കാവുന്നതാണ്. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പുതിയ റെസിപ്പീസുമായിട്ട് വരുന്നതായിരിക്കും. സോ അതൊന്നും മിസ്സാവാതിരിക്കാൻ ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് വെക്കുക. താക്കി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ. സോ നിങ്ങൾക്ക് കാണാം, മുംബൈയിലും പൂനെയിലും വരുന്ന ആൾക്കാർ ഷുവർലി ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. മിനിമൽ പ്രൈസിൽ നിങ്ങൾക്ക് ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടുന്നത് ഇവിടെ. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാണുന്നത് ബില്ലിംഗ് ഏരിയയാണ്. സോ അവിടെ കുറേ കൗണ്ടേഴ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറേ നേരം ക്യൂ നിൽക്കേണ്ടതൊക്കെ ആവശ്യം വരത്തില്ല. എളുപ്പമാണ് ബില്ലിംഗ് ചെയ്തിട്ട് പോകാവുന്നതാണ്. ബില്ലിംഗ് കഴിഞ്ഞ് നമുക്ക് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് കാഫറ്റേരിയ കാണാം. സോ അവിടെ നമുക്ക് നമ്മുടെ കോൾഡ് ഡ്രിങ്ക്സൊക്കെ മേടിക്കാവുന്നതാണ്. സോ എല്ലാവരും ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ വിത്ത് മീ. ബൈ.